ശാസ്ത്രീയമായ ഒരു കാര്യം തെളിയിച്ചാൽ അത് ശാസ്ത്രീയമായി തെളിയിച്ചതിൻ്റെ പേരിൽ മനുഷ്യൻ ഇവിടെ ലോകത്ത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? ഒറ്റൊരു എക്സാമ്പിൾ, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും മദ്യം ക്യാൻസറസ് ആണെന്നും മതം പറഞ്ഞതല്ല, ഇവിടെ ശാസ്ത്രീയമായി തെളിയിച്ച ഒരു സംഗതിയാണ്. മദ്യം ഇൻജൂറിയസ് ടു ഹെൽത്ത്, ഇറ്റ് ഈസ് ക്യാൻസറസ്. അത് ക്യാൻസർ ഉണ്ടാക്കും, അത് ലങ്സിനെ ബാധിക്കും, അത് ലിവർ സിറോസിസ് ഉണ്ടാക്കും, ഒരുപാട് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കും, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കും, അപകടങ്ങൾ ഉണ്ടാക്കും, ഇതെല്ലാം ഉണ്ടാക്കും. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചതല്ലേ? എന്തിനേറെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ ഇതെല്ലാം. എന്നിട്ടിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ശാസ്ത്രീയമായി തെളിയിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറയുന്നവർ പറയേണ്ട ഒരു മറുപടിയാണ്, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എല്ലാ ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ശാസ്ത്രം തെളിയിച്ചത് കൊണ്ടാണല്ലോ അത് വാങ്ങുന്ന കുപ്പിയിലേക്ക് നോക്കിയാൽ ക്രോസ് ചിഹ്നങ്ങളൊക്കെ, നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ, എംബ്ലമൊക്കെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാ? അത് തെളിയിച്ചതുകൊണ്ടല്ലേ. എന്നിട്ടിപ്പോൾ എന്തുണ്ടായത്? എല്ലാവരും അത് അംഗീകരിച്ചോ? ഈ ശാസ്ത്രബോധം എന്ന് പറയുന്ന നവനാസ്തികർ മദ്യം കഴിക്കാത്തവരാണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശാസ്ത്രീയമായ ഒരു കാര്യം തെളിയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ദൈവം ശാസ്ത്രീയമായി ദൈവം ഉണ്ടെന്ന് തെളിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോണത്? ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. ഇവിടെ മദ്യം തെളിയിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അത് കൂടുകയല്ലേ, ഓരോ ദിവസവും കൂടുകയാണ്. മയക്കുമരുന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മയക്കുമരുന്ന് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതല്ലേ. സിന്തറ്റിക് ഡ്രഗ്സ്, നാച്ചുറൽ ഡ്രഗ്സ്, ഇത്തരം സംഗതികളൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് തെളിയിച്ചതാണ്, ശാസ്ത്രം തെളിയിച്ചതാണ്. ഇവരീ പറയുന്ന ശാസ്ത്രം തെളിയിച്ചതാണ്, അതിന്റെ ടൂളുകൾ ഉപയോഗിച്ച് തെളിയിച്ചതാണ്. എന്നിട്ട് ഇവിടെ എന്തുണ്ടായി? അത് അറിയുന്നവരല്ലേ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എത്രയോ ശാസ്ത്ര വിദ്യാഭ്യാസ ബോധമുള്ള ആളുകൾ അത് ഉപയോഗിക്കുന്നു. അപ്പൊ ശാസ്ത്രം തെളിയിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രബോധമൊന്നും ഇത്രയും വികസിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ഓതി വച്ചൊരു ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. മദ്യം അത് പൈശാചിക നടപടിക്രമത്തിന്റെ ഭാഗമാണ്, അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നൊരു വേദഗ്രന്ഥം പറഞ്ഞു വെച്ചതോടുകൂടി ആ വാചകങ്ങളുടെയും ആ വാചകം പിന്തുടർന്ന പാരമ്പര്യത്തിൻ്റെയും ഭാഗമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ലോകത്ത് ജനസംഖ്യയിൽ 24.9% മുസ്ലിങ്ങളാണ്. ലോകത്തെ 800 കോടി ജനതയിൽ 24.9% മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ 1.9 ബില്യൺ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ 190 കോടി മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഏറ്റവും പുതിയ കണക്കാണത്. 190 കോടി ജനങ്ങൾ, മുസ്ലിങ്ങൾ, ജനങ്ങളല്ല മുസ്ലിങ്ങൾ. അഥവാ 24.9% ആളുകൾ ലോക ജനസംഖ്യയിൽ മുസ്ലിങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 190 കോടി മനുഷ്യരിൽ 25 കോടി മനുഷ്യർ മദ്യപാനികളാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. ബാക്കി 165 കോടി മനുഷ്യർ മദ്യപിക്കുന്നവരല്ല. അവർ മദ്യപിക്കാത്തവരായി മാറിയത് ശാസ്ത്രം മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ് എന്ന് കണ്ടതുകൊണ്ടല്ല, മറിച്ച് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അവിടെ ഒന്നും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. വേറെ ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒറ്റ വാചകത്തിന്റെ പിൻബലത്തിലാണ് ലോകത്ത് 160 കോടി മുസ്ലിങ്ങൾ മദ്യപിക്കാതിരിക്കുന്നത്. ഈ 160 കോടിയും കൂടി മദ്യപിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിൽ നമുക്ക് തെളിയുന്ന എന്താണ്? ശാസ്ത്രീയമായ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടൊന്നും വലിയ പുണ്യമൊന്നുമില്ല. മതത്തിലെ ഒരു വിശ്വാസം ഇത് പാടില്ല. ഈ 165 കോടി മുസ്ലിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല. ഈ 165 കോടി മുസ്ലിങ്ങൾ പരലോകം കണ്ടിട്ടില്ല. ഈ 165 കോടി മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ല. ഈ 165 കോടിയുടെയും കയ്യിലുള്ളത് വേദഗ്രന്ഥം മാത്രമാണ്. ബാക്കി ട്രഡീഷണലായി പാരമ്പര്യമായി കിട്ടിയ വിശ്വാസമാണ്. ആ വേദഗ്രന്ഥത്തിലെ ഈ ഒരു വാചകവും അതിനെ പിന്തുടരുന്ന പാരമ്പര്യത്തിന്റെയും ഭാഗമായിട്ടാണ് 165 കോടി മുസ്ലിങ്ങൾ. 25 കോടി മുസ്ലിങ്ങൾ നമ്മൾ വെറുതെ മാറ്റി നിർത്തി. 25 കോടി മുസ്ലിങ്ങളൊന്നും മദ്യപിക്കുന്നില്ല ഇവിടെ ലോകത്ത്. വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 165 കോടി മുസ്ലിങ്ങൾ ഇത് മദ്യപിക്കാതിരിക്കുന്നത് ഈ ശ്രീ ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ ശാസ്ത്രീയമായി തെളിയിച്ചത് കൊണ്ടല്ല,
മറിച്ച് വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ മാത്രമാണ്. നമ്മൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മദ്യം ഉപയോഗിച്ചതിൻ്റെ കണക്ക് കേരളത്തിൽ വരും. ഒന്നാമത് ഓണം കഴിയുമ്പോൾ മദ്യപിച്ചതിൻ്റെ കണക്ക് പത്രവാർത്തയായി വരും. രണ്ടാമത്തേത് ക്രിസ്മസ് കഴിയുമ്പോൾ പ്ലസ് ന്യൂ ഇയർ കഴിയുമ്പോൾ. ചിലപ്പോൾ സെപ്പറേറ്റ് വരും, ചിലപ്പോൾ ഒന്നിച്ചു വരും. ഈ 3 ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2 പ്രാവശ്യം കേരളത്തിലെ പത്രങ്ങളിലൊക്കെ മദ്യം കുടിച്ചതിൻ്റെ കണക്ക് വരും. എന്നാൽ ഇതേ കേരളത്തിൽ തന്നെ മറ്റ് 2 ആഘോഷങ്ങളുണ്ട്. ഒന്ന് ബലിപെരുന്നാളും മറ്റൊന്ന് ചെറിയ പെരുന്നാളും. ഈ 2 പെരുന്നാളും കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ഒരു പത്രത്തിലും ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ പിറ്റേന്ന് മദ്യപിച്ചതിൻ്റെ കണക്ക് വരില്ല. എവിടെ നിന്നാണ് ഈ കണക്ക് വരാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കണക്ക് വരാതിരിക്കുന്നത്? മദ്യം ശാസ്ത്രീയമായി തെറ്റാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണോ? മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് ഇവർ പറയുന്ന, പൊട്ടത്തരം പഠിപ്പിക്കുന്നു എന്ന് ശ്രീ ജോർജ് കുളങ്ങര അടക്കം ആളുകൾ പറയുന്ന, നവനാസ്തികർ പറയുന്ന ആ മതം പഠിപ്പിച്ച ആ മൂല്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ജനത്തിൽ ഭൂരിഭാഗവും, മുസ്ലിം സമൂഹത്തിൽ ഭൂരിഭാഗവും ഇന്നും മദ്യം ഉപയോഗിക്കാതിരിക്കുന്നത്.